എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ അറിയാം. നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരേ ഒരു ആള്, ഒരേ ഒരു മിഷണറിയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം ഞാൻ വേണ്ടി ക്ഷണിക്കുന്നത് നമ്മുടെയൊക്കെ റെസ്പെക്റ്റഡ് മിസ്റ്റർ സുനിൽ കുമാർ സാറിനെയാണ്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, കുറച്ചുപേരൊക്കെ തുടക്കം മുതലേ ഉള്ളവരാണ്. നമ്മുടെ കിഷോർജി, അൻസാർ, ലാൽ, സോളാർ, ലാല്, അങ്ങനെ പലരും ഇത് 91 മുതൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോ ഇവിടെ സൂചിപ്പിച്ചു 91 തുടങ്ങുന്ന സമയത്ത്, കമ്പനി തുടങ്ങുന്ന സമയത്ത് കേരളത്തില് ISI മുദ്രയുള്ള ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടറുകൾ ഇല്ല. അന്ന് കച്ചവടം ചെയ്യുന്നവർക്ക് അറിയാം, ഈ പോളിത്തീൻ പൈപ്പുകളുണ്ടല്ലോ, ഹോൾ, ആ പൈപ്പുകളാണെന്ന് ഏറ്റവും കൂടുതൽ ഈ കോൺക്രീറ്റിനകത്തും അതുപോലെ തന്നെ കൺസീൽഡ് വയറിംഗ് പ്രത്യേകിച്ചും അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ഈ ISI മുദ്ര എടുത്ത് ബാൽക്കോ എന്നുള്ള ആദ്യത്തെ ബ്രാൻഡായിട്ട് ആണ് തുടക്കം. 95 8 ഇഞ്ച് വരെയുള്ള UPVC പൈപ്പുകൾ നിർമ്മാണം ആരംഭിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാല് അതായത് ഇപ്പൊ നിങ്ങളെല്ലാവരും തന്നെ PVC പൈപ്പുകളും ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടറുകളും ഒക്കെ ഡീൽ ചെയ്യുന്നവരാണ്. പിന്നെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഒന്ന് കയ്യോർത്തിയേക്കുള്ളൂ. ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ആൻസാർ മതി. ആൻസാറ് വേറെ പിന്നെ എനിക്ക് ലാലവിടെ കമ്പനിയിൽ തന്നെ ഞങ്ങളുടെ കൂടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആളാണ്. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം ഈ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ടുള്ളത്. നമുക്ക് നേരത്തെ PVC പൈപ്പുകൾക്ക് മുന്നേ GI കാസ്റ്റ് ആൻഡ് CI പൈപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതിന് ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം, അത് ഉപയോഗിക്കാൻ പ്രയാസമാണ്. കാരണം ബിൽഡ് ചെയ്യണം, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. ഇതാകുമ്പോൾ PVC പൈപ്പ് വളരെ എളുപ്പമായി കാര്യമാണ്. ആലോചിക്കണം, നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ അതിനകത്ത് ഇടുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇടുന്നു. നേരത്തെ ഞാൻ പറഞ്ഞത്, നേരത്തെ ഈ ട്യൂബ് ഉപയോഗിക്കുമായിരുന്നു, റോള്, ആ റോൾ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള റോൾ എടുത്തിട്ട് HDP ആവാം LDP ആവാം, രണ്ടു തരത്തിലുള്ള റോൾ വരുന്നുണ്ട്. ഈ റോൾ നിങ്ങളൊന്ന് കത്തിച്ചു നോക്കണം, പണ്ടം കത്തുന്നത് പോലെ നിന്ന് കത്തും. പക്ഷെ PVC ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ ISI സ്റ്റാൻഡേർഡ് ഉള്ള ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിസൈസർ എന്ന് പറഞ്ഞ കെമിക്കലുണ്ട്, അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞാൽ ഇലക്ട്രിക് കോൺട്രിബ്യൂട്ടർ ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ഇൻസുലേഷൻ, അതായത് അതിനകത്തൂടെ വയറുകൾ വലിക്കുമ്പോൾ ആ വയറിന് എന്തെങ്കിലും ഇൻസുലേഷൻ പ്രശ്നം ഉണ്ടായാലും എന്താ ലീക്ക് ഉണ്ടാകും, കറണ്ട് ലീക്കേജ് ഉണ്ടാകും. 2, തീ കത്തിയാൽ, ഒരു പക്ഷെ അതിനകത്ത് തീ കത്തിയാൽ ആ തീയുടെ സോഴ്സ് അണയുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണം? ഈ തീ അണയണം. അപ്പോ ISIയില് പ്ലാസ്റ്റിസൈസർ ചേർക്കാതെ പൈപ്പ് നിർമ്മിച്ചിട്ടുള്ളവർക്ക് അതായത് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യുന്ന പൈപ്പുകൾ തീ ആണി പറയില്ല. തീ അപ്പോൾ തന്നെ സോഴ്സ് മാറുന്ന തീ അണയും. അതേ സമയത്ത് പ്ലാസ്റ്റിസൈസർ ചെയ്തിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള പൈപ്പിൽ, കാരണം ഈ കുമ്മായം 25 കിലോ ചേർക്കണമെങ്കിൽ പ്ലാസ്റ്റിസൈസർ കണ്ടമാനം ആഡ് ചെയ്താലേ പറ്റുള്ളൂ. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസും ഇല്ലാതാവും, ഫയർ റെസിസ്റ്റൻസ് രണ്ടും ഇല്ലാതാവും. നമ്മളൊരു വീട് വെച്ചാൽ ഒന്ന് ആലോചിച്ചു, നമ്മളാണ് വീട് വയ്ക്കുന്നത്, നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. 25 എത്ര വർഷം നമ്മൾ ഉദ്ദേശിച്ച ഒരു വീട് ഒന്ന് ആലോചിച്ചു. 3 തലമുറ താമസിക്കില്ലേ? ഞാൻ താമസിക്കുന്ന വീട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ 3ാമത്തെ തലമുറ. ഒരു 10-75 വർഷമാണ് വീട് വിൽക്കേണ്ടതാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഈ പൈപ്പ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഇറക്കിയിടുന്ന ഒരു കാര്യം നടക്കുന്ന കാര്യമല്ല, അല്ലേ? ശരിയല്ലേ? അതുമല്ല, ISI സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടർ ഈ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുന്ന പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ISI മേടിക്കും കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ നമ്മുടെ ബെൻഡ് വരുന്നിടത്ത് ഈ സാധനം ഒന്ന് ചുള്ളിപ്പിടിക്കും. പിന്നെ അതിനൊന്ന് വയർ നീക്കാനായിട്ട് പറ്റില്ല. വയർ നീക്കുന്ന ഇൻസുലേഷൻ കൂടെ ഇളകി വരും. അപ്പൊ അങ്ങനെ ഒരു അവയവം ഉണ്ടോ? ഇനി
നമ്മുടെ പൈപ്പും മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റുമായിട്ട് നമുക്ക് എത്ര രൂപ ഒരു വീട്ടിലേക്ക് വേണ്ടത് ഒരു 50 പൈപ്പ്, ചെറിയൊരു വീട്ടിലാണെങ്കിൽ ഒരു 50 മീഡിയം പൈപ്പ് കോൺട്രിബ്യൂട്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എത്ര രൂപയുടെ വ്യത്യാസം വരും ഈ സ്റ്റാൻഡേർഡ് നോക്കിക്കോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കും എത്ര രൂപയുടെ വ്യത്യാസം വരും. ഒരു പരമാവധി വന്നാൽ 50 പൈപ്പ് മേടിക്കുമ്പോൾ ഞാൻ ഡിഫറൻസ് 10 രൂപ. ബാൽക്കോയുടെ പൈപ്പിന് 10 രൂപ കൂടുതലാണെന്നിരിക്കും. എത്ര രൂപ വ്യത്യാസം വരും? 500 രൂപയുടെ വ്യത്യാസം. പക്ഷെ നമ്മൾ എത്ര നാളത്തേക്കാണ് ഉപയോഗിക്കുന്നത് നമ്മളൊന്ന് ആലോചിക്കും. 500 രൂപയുടെ വ്യത്യാസം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് എന്താണ്? ഇനി മാറ്റത്തേക്കാണെന്ന് ആലോചിച്ചു ഒരു 10,000 രൂപയുടെ വ്യത്യാസം വരും. ഈ 75 വർഷം നമ്മൾ കുടിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനേക്കാളും 80% ഒക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ്. ഈ വെള്ളം കുടിക്കുന്നതിനുള്ള ഉപാധിയാണ് ഈ പൈപ്പുകൾ. PVC പൈപ്പിൽ നിങ്ങൾക്ക് എത്രമാത്രം അറിയില്ല. PVC പൈപ്പിൽ ലെഡ് കണ്ടന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലെഡിന് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഈ വെള്ളം ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ ലെഡ് അതിനകത്തോട്ട് കലരും. ഞങ്ങളുടെ പൈപ്പിന്, അതായത് നോൺ ISA വാട്ടർ പൈപ്പിന് പോലും 3ാമത്തെ ടൈട്രേഷനിൽ ലെഡ് കണ്ടന്റ് 0 ആണ്. ഈ ആലോചിച്ച് നോക്കണം. നമ്മൾ ആഹാരം മേടിച്ച് നമ്മൾ ആഹാരം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാരം മേടിച്ച് കഴിക്കുന്ന ആഹാരത്തിന് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കും? അത് നല്ലതാണോ, ചീത്തയാണോ, ചീഞ്ഞു പോയതാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, PVC പൈപ്പിലായാലും നമ്മൾ എന്തെങ്കിലും ഞാൻ പറയുന്നത് എൻ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു താല്പര്യം കാണിക്കാറുണ്ട്. പക്ഷെ വളരെ പ്രാധാന്യമുള്ള സാധനമാണ്. 3 തലമുറയെങ്കിലും ഈ പൈപ്പിലൂടെ വെള്ളം കുടിക്കേണ്ടതാണ്. നമ്മുടെ ബാൽക്കോ പൈപ്പും ഈ പറഞ്ഞ 25 കിലോ കാൽഷ്യം കാർബണേറ്റ് മറ്റൊക്കെ ചേർത്ത് വരുന്ന പൈപ്പില് ഒരു മേടിക്കുമ്പോൾ ഒരു 10,000, 30,000, 50,000 അല്ലെങ്കിൽ 50,000 രൂപയുടെ പൈപ്പ് മേടിക്കുമ്പോൾ മാക്സിമം 10,000 രൂപയുടെ വ്യത്യാസം പോകുന്നിരിക്കും. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിനകത്ത് എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇതിനകത്തൊരു പ്രധാന റോള് നമ്മുടെ പൈപ്പുകൾക്കുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്, ദിവസവും കുടിക്കുന്ന വെള്ളം. അപ്പൊ നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കണം. ഞങ്ങളുടെ ബാൽക്കോ എന്തായാലും കമ്പനി ആദ്യം മുതലുള്ള തീരുമാനം അത് ഒരു കാരണവശാലും നമ്മുടെ സൊസൈറ്റിക്ക് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതുവരെ ബാൽക്കോ പ്രൊഡക്റ്റിനെ നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഭാവിയിലും ഇനി വരുന്ന നാളുകളിലും ബാൽക്കോ എന്ന് പറയുന്ന ബ്രാൻഡിനെ നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്തത്. ഇനി തീർച്ചയായിട്ടും നിങ്ങൾ അതിനോടൊപ്പം ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ വിൻ വിൻ ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം.